ഹായ് ഓൾ, വെൽക്കം ടു ഐ പ്ലസ്. ഞാൻ അക്ഷര. ഇത് കാറ്റഗറി 1 സൈക്കോളജി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് എക്സാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പൊതുവെ ഒരു ഈസി എക്സാം എന്ന് തന്നെ പറയാം. ഏറെക്കുറെ മിക്കവാറും ഉള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സ്ഥിരം ടോപ്പിക്സ് ആണ്. ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലൊന്നും ചോദിച്ചിട്ടില്ല. ഏറെക്കുറെ ചോദ്യങ്ങളൊക്കെ എന്താണ് ഡയറക്റ്റ് ചോദ്യങ്ങളായിരുന്നു. കൃത്യമായിട്ട് നമ്മുടെ ക്ലാസ് ഒക്കെ ഫോളോ ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു 99% ചോദ്യങ്ങളും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ കിട്ടുന്നതിന് ഉത്തരം കണ്ടെത്താനായിട്ട് നമ്മുടെ സ്റ്റുഡൻസിനൊക്കെ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ വീഡിയോസ് ഫോളോ ചെയ്യുന്നവർക്കും വളരെയധികം അത് ഉപകാരപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതേ കൺസെപ്റ്റ്സ് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുമെന്ന് പറഞ്ഞ കൺസെപ്റ്റ്സ് തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഡിസ്കഷനിലേക്ക് പോകാം. അപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അനാലിസിസിലോട്ട് പോകുന്നില്ല. ജസ്റ്റ് ആൻസേഴ്സ് നമ്മളൊന്ന് പറഞ്ഞു പോവുകയാണ്. പിന്നീട് നമ്മുടെ ചാനലിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: മനുഷ്യൻ എല്ലായ്പ്പോഴും സാമൂഹികതയ്ക്ക് ഊന്നൽ നൽകിയിരുന്നു. മറ്റുള്ളവരുമായി ഇടപഴകുന്നതിനും അവരെ മനസ്സിലാക്കുന്നതിനും അവരുടെ പെരുമാറ്റങ്ങൾ വ്യാഖ്യാനിക്കുന്നതിനുമുള്ള കഴിവ് അങ്ങനെ ആർജിച്ചു. ഇത് ഏതുതരം ബുദ്ധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെ? മറ്റുള്ളവരുമായിട്ട് ഇടപഴകാനായിട്ടുള്ള ആ ഒരു ബുദ്ധി. നമുക്ക് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്നുള്ള ചോദ്യമാണ്. എന്താണ് ആൻസർ വരിക? വ്യക്തിയാന്തര ബുദ്ധി, അല്ലെ? ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ആണ്. രണ്ടാമത്തെ ചോദ്യം: കുട്ടിക്കാലത്തിലെ ഏത് കാലഘട്ടത്തിലാണ് കളിപ്പാട്ടങ്ങളുടെ കാലം എന്ന് മനഃശാസ്ത്രജ്ഞന്മാർ വിശേഷിപ്പിക്കുന്നത്? കളിപ്പാട്ടങ്ങളുടെ കാലം അല്ലെങ്കിൽ ടോയ് ഏജ് എന്ന് പറയുന്നത് എപ്പോഴാണ്? ആദ്യ ബാല്യമാണ്, അല്ലേ? ആദ്യ ബാല്യകാലമാണ്, അല്ലെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡ് ആണ്. അടുത്തത്: കുട്ടികളിൽ ഭാഷാ നൈപുണികൾ ഉറപ്പാക്കുന്നതിന് ഉപയോഗിക്കാവുന്ന ഏറ്റവും ശരിയായ പ്രവർത്തന ക്രമം ഏത്? അപ്പൊ മലയാളത്തിലെ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ നേരെ ഇംഗ്ലീഷ് ഓപ്ഷൻസ് നോക്കാം. നമ്മൾ സ്ഥിരം പറയുന്നതാണ്. എന്ത് സ്കിൽസ് ആണ്? LSRW സ്കിൽസ്: ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. ശ്രവണം, ഭാഷണം, വായന, ലേഖനം. അതാണ് കറക്റ്റ് ആൻസർ വരിക. അടുത്ത ചോദ്യം വികാസവുമായി ബന്ധപ്പെട്ടതാണ്. അവിടെ എന്താണ് തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്ത പ്രസ്താവന? വികാസവുമായി ബന്ധപ്പെടുത്തി ചുവടെ തന്നിട്ടുള്ള പ്രസ്താവനകൾ ശരിയല്ലാത്തത് കണ്ടെത്താനാണ്. വികാസം അനുസ്യൂതമാണ്, വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു, വികാസം പ്രവചനീയമാണ്, വികാസം രേഖീയമാണ്. ഡെവലപ്മെന്റ് ലീനിയർ എന്ന് പറയുന്നത് തെറ്റാണ്, അല്ലെ? അടുത്ത ചോദ്യം: പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികളുടെ പഠനത്തിനായി സാധാരണ സ്കൂളിലെ കുട്ടികൾ ഉപയോഗിക്കുന്ന പാഠപുസ്തകത്തിന് പകരമായി ഉപയോഗിക്കുന്നത്? സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എന്താണ് ഉപയോഗിക്കുന്നത്? പഠന പോഷണ ഉൽപ്പന്നങ്ങൾ, പിന്തുണ പാഠങ്ങൾ, അനുപൂരക പാഠപുസ്തകങ്ങൾ, അധിക പുസ്തകങ്ങൾ. അപ്പൊ അഡാപ്റ്റഡ് ടെക്സ്റ്റ് ബുക്സ്, അല്ലെ? അനുപൂരക പുസ്തകങ്ങളാണ് പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികളുടെ പഠനത്തിനായി ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം: സർഗാത്മകതയുടെ അടിസ്ഥാന ഘടകങ്ങളുമായി ബന്ധപ്പെടുത്തി ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരി ഏത്? ക്രിയേറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്താണ് ആൻസർ വരിക? ഉത്കണ്ഠ സാമൂഹിക അടുപ്പം ഉൾക്കാഴ്ച അപകർഷതയാണോ? കായികശേഷി അപകർഷത അടുപ്പം മൗലികത സാമൂഹികതയാണോ? വാചാലത വിവർജന ചിന്ത പ്രശ്നപരിഹരണ ശേഷി ഉൾക്കാഴ്ച മൗലികത. വാചാലത ഉൾക്കാഴ്ച മൗലികത അപകർഷത ഉത്കണ്ഠ. എന്താണ് ക്രിയേറ്റിവിറ്റിയും ബന്ധപ്പെട്ടത്? വാചാലത, വിവർജന ചിന്ത, പ്രശ്നപരിഹരണ ശേഷി, ഉൾക്കാഴ്ച, മൗലികത എന്നിവയാണ്. അടുത്ത ചോദ്യം: മിലി ടീച്ചർ പരിസര പഠനവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ അവതരിപ്പിക്കുന്ന വേളയിൽ ബ്ലാക്ക് ബോർഡിൽ എഴുതിയ ആശയത്തിലെ പ്രധാന വാക്കിന് അടിവരയിടുന്നു. ചാർട്ടിൽ എഴുതുമ്പോൾ പ്രത്യേകം നിറം ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നു. പഠനത്തിൽ ഏത് സമഗ്രതാ നിയമമാണ് ടീച്ചർ ഇവിടെ പ്രാവർത്തികമാക്കിയത്? നമുക്ക് ജസ്റ്റ് ഔട്ട് ലോയിൽ നിന്നുള്ള ഒരു ചോദ്യമായിരുന്നു. അപ്പൊ എന്താ വരുന്നത്? രൂപ പശ്ചാത്തല നിയമമാണ്. ഫിഗർ ഗ്രൗണ്ട് റിലേഷൻ ആണ് വരുന്നത്. അടുത്ത ചോദ്യം: 12 വയസ്സുള്ള അഹന്റെ ബുദ്ധിമാനം IQ 125 ആണ് എങ്കിൽ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരി ഏതെന്നാണ്? അപ്പൊ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് അഹന്റെ മാനസിക വയസ്സ് 15 ആണെന്നുള്ളതാണ്. എങ്ങനെയാണ് നമ്മൾ IQ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? നമുക്കറിയാം MA/CA × 100 ആണ്. അപ്പൊ ഓൾറെഡി നമുക്ക് എന്താണ് ഇവിടെ ബുദ്ധിമാനം എത്രയാണ് തന്നിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ എന്താണ് 12 വയസ്സ് ക്രോണോളജിക്കൽ ഏജ് തന്നിട്ടുണ്ട്. അപ്പൊ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 15 കിട്ടും. അടുത്ത ചോദ്യം: 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ലിജി 3ാം ക്ലാസ് മുതൽ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്നു. ഇപ്പോൾ ഒറ്റയ്ക്ക് റോഡിലോട്ട് സൈക്കിൾ ഓടിക്കാൻ ഭയമാണ്. ലിജി നേരിടുന്നത് ഏതുതരം പഠന വൈകല്യമാണ്? വായനാ വൈകല്യം, ഗണന വൈകല്യം, നാമവൈകല്യം, പ്രയോഗ വൈകല്യം. അപ്പൊ എന്താണ് അവിടെ? അത് പ്രയോഗത്തിൽ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ ഇനി എന്താ പറയുക? പ്രയോഗ വൈകല്യം അല്ലെങ്കിൽ ഡിസ്പ്രാക്സിയ എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം റീസെന്റ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളതാണ്. നമ്മൾ എപ്പോഴും പറയും ജെൻഡറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇപ്പം നമുക്ക് ചോദ്യപേപ്പറുകളിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന കാണാം. ഇതിലെ കാലിക പ്രസക്തിയുള്ള ഒരു സംഭവമാണ് ചോദിച്ചിട്ടുള്ളത്. ലിംഗസമത്വം, സ്ത്രീ ശാക്തീകരണം എന്നിവ ഉറപ്പാക്കുന്നതിന് വേണ്ടി ദേശീയ തലത്തിൽ ആവിഷ്കരിച്ച പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നത് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലാണ്. ഈ പദ്ധതിയുടെ പേര് എന്താണ്? നയി ചേതന 3.0 എന്നാണ് ഈ ഒരു പദ്ധതിയുടെ പേര്.
അടുത്ത ചോദ്യം, ഒരു അധ്യായത്തിൽ പഠിക്കേണ്ട ആശയങ്ങൾ, പ്രസ്താവനകൾ എന്നിവയുടെ ചുരുക്ക രൂപത്തെ ചിത്രീകരിക്കുന്നതിന് പറയുന്നത് എന്താണ്? അങ്ങനെ ചുരുക്ക രൂപത്തിൽ ചിത്രീകരിക്കുന്നതിന് എന്താ നമ്മൾ പറയാ? ആശയ ചിത്രം അല്ലെങ്കിൽ കൺസെപ്റ്റ് മാപ്പ് എന്നാണ്. അടുത്ത ചോദ്യം, കുട്ടികൾക്ക് വായനാ പരിശീലനം നൽകുന്നതിന് വേണ്ടി ലൈവ് വെഗോട്സ്കിയുടെ ആശയങ്ങളുടെ പിൻബലത്തോടെ ആവിഷ്കരിച്ച രീതിയുടെ പേരെന്താണ്? എന്താണ്? പ്രതിക്രിയാ പഠനം അല്ലെ, റെസിപ്രോക്കൽ ടീച്ചിങ് ആണ്. അടുത്ത ചോദ്യം, സ്കൂളിലേക്ക് വരുന്ന വഴിയിൽ തെരുവ് നായ്ക്കളെ സൂക്ഷിക്കണമെന്ന് ഫെമിനി ടീച്ചർ എപ്പോഴും കുട്ടികളെ ഓർമ്മപ്പെടുത്തുമായിരുന്നു. ഇപ്പോൾ ക്ലാസ്സിലെ ഭൂരിഭാഗം കുട്ടികൾക്കും എല്ലാ നായ്ക്കളെയും പേടിയാണ്. പഠന സമീപനവുമായി ബന്ധപ്പെടുത്തി ഇത് എന്തിന്റെ ഉദാഹരണമാണ്? ചോദക വിവേചനം, ചോദക സാമാന്യവൽക്കരണം, ചോദക നിയന്ത്രണം, വിലോപം. അപ്പൊ എന്താണ്? ചോദക സാമാന്യവൽക്കരണമാണ്, ഒരു സ്റ്റിമുലസിനെ ജനറലൈസ് ചെയ്യുന്നതാണ്. അടുത്ത ചോദ്യം, പ്രൈമറി തലത്തിൽ പഠനം പാൽപായസമാക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ പഠന മാധ്യമം ഏതാണ്? ഏറ്റവും അനുയോജ്യം തീർച്ചയായിട്ടും എന്തായിരിക്കും? കുട്ടിയുടെ മാതൃഭാഷയായിരിക്കും. അടുത്ത ചോദ്യം, എബ്രഹാം മാസ്ലോയുടെ വ്യക്തിത്വ പഠനവുമായി ബന്ധപ്പെട്ട് ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ചുവടെയുള്ള ചിത്രത്തിൽ ലെവൽ 5 അവിടെ ഏറ്റവും ഉയർന്ന ആവശ്യമായി വരുന്നത് ഏതാണ്? എബ്രഹാം മാസ്ലോവിന്റെ ഹൈറാർക്കി ഓഫ് നീഡ്സ് ആണ്. അപ്പൊ അവിടെ 5ാമത്തെ ആ പോയിന്റ് വരുന്ന ഏറ്റവും ഹയർ ലെവൽ എന്തായിരുന്നു? അത് സെൽഫ് ആക്ച്വലൈസേഷൻ അല്ലെങ്കിൽ ആത്മ സാക്ഷാത്കാരമായിരുന്നു. അടുത്ത ചോദ്യം, മനോവിശ്ലേഷണ സിദ്ധാന്തത്തിന്റെ സുപ്രധാന ഘട്ടങ്ങളിൽ യാഥാർത്ഥ്യബോധ തത്വവുമായി ബന്ധപ്പെട്ട ഘടകം ഏതാണ്? യാഥാർത്ഥ്യബോധം, റിയാലിറ്റി പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ട എന്താണ്? അത് അഹമാണല്ലേ, ഈഗോയാണ്. അടുത്ത ചോദ്യം, ക്ലാസ്സിൽ ഗണിതം പഠിപ്പിക്കുന്ന അസി ടീച്ചർ കുട്ടികളോട് ഒരേപോലുള്ള 4 വസ്തുക്കളും 3 വസ്തുക്കളും ചേർത്ത് വെച്ച് ആകെ എത്ര വസ്തുക്കളുണ്ടെന്ന് കണ്ടെത്താൻ പറഞ്ഞു. തുടർന്ന് 4 വസ്തുക്കളും 3 വസ്തുക്കളും വെച്ച് ആകെ വസ്തുക്കൾ രൂപപ്പെടുത്തിയിരിക്കുന്ന ചിത്രം കണ്ടെത്താൻ പറഞ്ഞു. പിന്നീട് ഇതിനെ ഗണിതപരമായി അക്കങ്ങൾ ഉപയോഗിച്ച് സൂചിപ്പിക്കാൻ പറഞ്ഞു. ഇപ്രകാരം പഠനത്തിലൂടെ ആശയ സംശീകരണം സാധ്യമാക്കുന്ന രീതി മുന്നോട്ട് വെച്ചത് ആരാണ്? അത് ജെറോമസ് ബ്രൂണർ ആണ്. അടുത്ത ചോദ്യം, സന്തോഷകരവും സന്താപകരവുമായ പ്രബലനങ്ങളുടെ ഉപയോഗത്തിലൂടെ വ്യവഹാര പരിവർത്തനം സാധ്യമാകുമെന്ന് സൂചിപ്പിക്കുന്ന സിദ്ധാന്തം. പ്ലസന്റും അൺപ്ലസന്റുമായിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റുകളുടെ സഹായം എവിടെയാണ് വരുന്നത്? പ്രവർത്തനാനുബന്ധനമാണ് അല്ലെ, തിയറി ഓഫ് ഒപ്പാരന്റ് കണ്ടീഷനിങ് ആണ്. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്ന ക്ലാസ് റൂം പ്രവർത്തനങ്ങളിൽ സഹകരണം ഉറപ്പാക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ പ്രവർത്തനം ഏത്? അപ്പം നമുക്ക് മനസ്സിലാക്കാം, കോപ്പറേഷൻ ആണ് വേണ്ടത് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വരുന്നത് എന്താണ്? കളിയിൽ ഏർപ്പെടലാണ് അല്ലെ, പ്ലേയിങ് ഗെയിം ആണ്. അടുത്ത ചോദ്യം, ബുദ്ധിയുമായി ബന്ധപ്പെട്ട ചാൾസ് പിയർമാന്റെ ദ്വിഘടക സിദ്ധാന്തത്തിലെ 2 ഘടകങ്ങൾ. അപ്പം 2 ഫാക്ടർ തിയറിയിലെ 2 ഘടകങ്ങൾ ഏതൊക്കെയാണ്? ജി ഫാക്ടറും എസ് ഫാക്ടറുമാണ് അല്ലെ, ജനറൽ ഫാക്ടറും സ്പെസിഫിക് ഫാക്ടറും. അടുത്ത ചോദ്യം, കുട്ടികളുടെ വികാരങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ ചുവടെ കൊടുക്കുന്നു. ശരിയല്ലാത്ത പ്രസ്താവന കണ്ടെത്താനാണ്. വികാരങ്ങൾ തീവ്രമാണ്, വികാര പ്രകടനം കൂടെ കൂടെ ഉണ്ടാകുന്നു, വികാരങ്ങൾ അല്പായുസുള്ളവയാണ്, വികാരങ്ങൾ സ്ഥിരമാണ്. കുട്ടികളിൽ എന്താണ്? വികാരങ്ങൾ സ്ഥിരമാണോ? അല്ല, അതിങ്ങനെ എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. ബാക്കി 3 കാര്യങ്ങളും എന്താണ്? ശരിയായിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം, RTE ആക്ട് 2009 ഇന്ത്യ ഗവൺമെന്റ് ബാധകമാക്കിയിരിക്കുന്നത്. ഈ ഒരു ചോദ്യം 2009 ഈ ഒരു ആക്ട് വന്ന സമയത്ത് ജമ്മു കാശ്മീർ ഒഴികെയുള്ള ഇന്ത്യ മുഴുവനായിരുന്നു. പിന്നീട് ഇപ്പം നമുക്ക് കാണാൻ കഴിയും 2019 നിയമപ്രകാരം ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്ത് കളഞ്ഞ സമയത്ത് RTE ആക്ട് ഇന്ത്യയിൽ മുഴുവനായിട്ടും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ചോദ്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ കുറവുണ്ട്. അപ്പൊ 2009 വന്ന കാര്യം മാത്രം നോക്കിയാൽ ജമ്മു കാശ്മീർ ഒഴികെയുള്ള ഇന്ത്യ മുഴുവനാണ്. എന്നാൽ ഇപ്പോൾ 2019 മാറ്റം വന്നേ പിന്നെ ഇപ്പോൾ RTE ആക്ട് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആകമാനം ആപ്ലിക്കബിൾ ആണ്. അപ്പൊ ആൻസർ കീ വരട്ടെ, നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം, ടീച്ചർ ലൂക്കിനെ ക്ലാസ്സിൽ വെച്ച് കാരണം കൂടാതെ കുറ്റപ്പെടുത്തുകയും വിമർശിക്കുകയും ചെയ്തു. ടീച്ചറുടെ മുന്നിൽ അവന് സ്വന്തം ഭാഗം ന്യായീകരിക്കുവാൻ കഴിഞ്ഞില്ല. പകരം വീട്ടിൽ ചെന്ന് തന്റെ കോപം അമ്മയോടും സഹോദരിയോടും കാണിച്ചു. ഇവിടെ ലൂക്ക് ഉപയോഗിച്ച സമായോജന തന്ത്രം ഏതാണ്? പശ്ചാത്ഗമനം, യുക്തീകരണം, പ്രക്ഷേപണം, ആദേശനം. അപ്പൊ എന്താണ്? മറ്റൊരാളിലേക്ക് ഡിസ്പ്ലേസ് ചെയ്തതാണല്ലേ. അപ്പം ആദേശനമാണ് ആൻസർ വരിക. അടുത്ത ചോദ്യം, മാഗി ക്ലാസ്സിൽ ടീച്ചർ നൽകുന്ന എല്ലാ പ്രവർത്തനങ്ങളും സമയത്ത് തന്നെ ചെയ്തു തീർക്കുന്നതിൽ എപ്പോഴും ആനന്ദം കണ്ടെത്തുന്നു. പഠനത്തോടുള്ള കുട്ടിയുടെ ഇഷ്ടം സൂചിപ്പിക്കുന്നത്. അപ്പൊ അവിടുത്തെ മോട്ടിവേഷൻ എന്താണ്? ഉള്ളിൽ നിന്നുണ്ടാവുന്ന മോട്ടിവേഷൻ അല്ലേ, ഇത് ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആണ്, ആന്തരിക അഭിപ്രേരണയാണ്. അടുത്ത ചോദ്യം, ബ്ലാക്ക് ബോർഡ്, വൈറ്റ് ബോർഡ് അധ്യാപകർ ക്ലാസ്സിൽ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന ഒരു പഠനോപകരണമാണ്. ഇത്തരത്തിലുള്ള ഒരു ബോർഡ് ഫലപ്രദമായ ക്ലാസ്സിൽ എങ്ങനെ ഉപയോഗിക്കാം എന്ന വിഷയത്തിൽ അന്ന ടീച്ചർ ഒരു പഠനം നടത്താൻ തീരുമാനിച്ചു. ഏറ്റവും അനുയോജ്യമായ മനഃശാസ്ത്ര ഗവേഷണ രീതി ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഇവിടെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എന്താണ്? ക്രിയാ ഗവേഷണമാണ്, ആക്ഷൻ റിസർച്ച് ആണ്.
അടുത്ത ചോദ്യം, പഠിതാവിന്റെ വിലയിരുത്തലിന് നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തലിനാണ് അവസരം ഒരുക്കിയിട്ടുള്ളത്. ഇതിന് ഏറ്റവും അനുയോജ്യമായ വിലയിരുത്തൽ രീതി ഏതാണ്? അപ്പൊ ഏറ്റവും അനുയോജ്യം എന്താണ് അറിയാം? കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ ആണ് അല്ലേ? അപ്പം പഠനത്തോടൊപ്പം നിരന്തരം നടത്തുന്ന വിലയിരുത്തലാണ് ഇവിടെ ഏറ്റവും ആപ്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആണ്. ഒരു പഠന പ്രക്രിയയുടെ ഇടയിലെല്ലാം എന്താണ് നമ്മൾ ഇവാലുവേഷൻ നടത്തുന്നു. അടുത്ത ചോദ്യം, കുട്ടി നേടിയ അറിവിന്മേൽ നിരന്തരം പുതിയ അറിവുകൾ ചേർത്ത് കൂടുതൽ ആഴത്തിലേക്കും വ്യാപ്തിയിലേക്കും പോവുക എന്നത് പാഠ്യപദ്ധതി ചിട്ടപ്പെടുത്തുന്നതിനുള്ള ഒരു സുപ്രധാന രീതിയാണ്. ഇത് അറിയപ്പെടുന്നത് അപ്പൊ എന്താണ്? പുതിയ അറിവുകൾ കൂട്ടിച്ചേർത്ത് പോകുന്നത് എന്താണത്? ചാക്രികാരോഹണ രീതിയാണ്, സ്പൈറലിംഗ് മെത്തേഡാണ്. അടുത്ത ചോദ്യം, പിയാഷെയുടെ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങളിൽ ഏതിലാണ് സ്വയം കേന്ദ്രീകൃത അവസ്ഥ കുട്ടികളിൽ രൂഢമൂലമായിരിക്കുന്നത്? അപ്പൊ എന്താണ്? ഈഗോ സെൻട്രിസം ഏത് ഏജിലാണ് ഏറ്റവും കൂടുതലായിട്ട് കാണാൻ കഴിയുന്നത്? എപ്പോഴാണ്? പ്രാഗ് മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ പ്രീ ഓപ്പറേഷൻ സ്റ്റേജിലാണ്. അടുത്ത ചോദ്യം, പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ടീച്ചർമാർ ക്ലാസ്സിൽ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ നൽകാറുണ്ട്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ഗ്രൂപ്പ് രൂപീകരണമാണ് ഫലപ്രദമായ പഠനത്തിന് അനുയോജ്യം അല്ലാത്തത്? അനുയോജ്യമല്ലാത്തത് ഏതാണ്? ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും ചേർന്ന് ഒരു ഗ്രൂപ്പ് ആക്കി കഴിഞ്ഞാൽ എന്താണ്? അത് ഗ്രൂപ്പ് രൂപീകരണത്തിന് ഫലപ്രദമല്ലല്ലോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വീട്ടിലെ മാലിന്യങ്ങൾ അയലത്തെ പുരയിടത്തിലേക്ക് വലിച്ചെറിയുന്ന സഹോദരിയോട് അമൻ പറഞ്ഞു, ഇത് ശരിയല്ല, നമ്മുടെ വേസ്റ്റുകൾ നമ്മൾ തന്നെ സുരക്ഷിതമായി കൈകാര്യം ചെയ്യണം, അതാണ് ശരിയായ രീതി. അമന്റെ ഈ നീതിബോധം കോൾബർഗിന്റെ ഏത് നൈതിക വികാസ ഘട്ടമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് ഘട്ടമാണ്? യാഥാസ്ഥിക സദാചാര ഘട്ടമാണ്. അതായത് കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക. അപ്പൊ ഇത്രയും ചോദ്യങ്ങളായിരുന്നു നമ്മുടെ ഈ ഒരു എക്സാം 30 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത്. ഏറെക്കുറെ എല്ലാവർക്കും ഉത്തരങ്ങളൊക്കെ ശരിയായിട്ട് കണ്ടെത്താൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ അനാലിസിസുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു ഓൾ.